വെള്ളാർമല സ്കൂളിന് പിന്നിലുള്ള തകർന്ന വീട്ടിൽ തെരച്ചിൽ നടത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത് മാലയും കമ്മലും ഉൾപ്പെടെയുള്ള സ്വർണ്ണാഭരണങ്ങൾ. ലഭിച്ച സ്വർണവും റേഷൻ കാർഡ്, പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകളും ഫയർഫോഴ്സിന്റെ റെസ്ക്യൂ ടീം ചൂരൽമല റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ കൺട്രോൾ റൂമിൽ കൈമാറി. ദുരന്തം തകർത്തെറിഞ്ഞ ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഇത്തരത്തിലുള്ള വിലയേറിയ വസ്തുക്കളൊക്കെ എന്ത് ചെയ്യണം എന്നതിൻ്റെ മാതൃകയാണിതെന്ന് ചൂരൽമല കൺട്രോൾ റൂം ചാർജ് ഓഫീസർ സെബാസ്റ്റ്യൻ 24-നോട് പറഞ്ഞു. ചൂരൽമല മുണ്ടക്കൈ മേഖലയെ ഒന്നാകെ വിഴുങ്ങിയിട്ടുണ്ട്. വീടുകളൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. ഈ മേഖലയിൽ നിന്ന് ഉയർന്ന പ്രധാനപ്പെട്ട പരാതികളിലൊന്ന് ചില വീടുകളിൽ നേരത്തെയൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്, ചില വീടുകളിൽ മോഷണമുണ്ട് എന്നുള്ളതാണ്. സ്വർണ്ണാഭരണങ്ങൾ തേടിയോ അതല്ലെങ്കിൽ പണമുണ്ടോ എന്ന് തേടിയൊക്കെ കള്ളന്മാർ എത്തുന്നു എന്നുള്ളതാണ്. രാത്രി ഇവിടെ പോലീസ് പെട്രോളിംഗ്, അതിനുശേഷം ആ വാർത്തകൾക്ക് ശേഷം പോലീസ് പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. സ്വർണ്ണാഭരണങ്ങൾ ലഭിച്ചാൽ എന്തു ചെയ്യണമെന്ന് സർക്കാർ കൃത്യമായ മാർഗനിർദ്ദേശം പുറത്തിറക്കിയിട്ടുണ്ട്. അത് റവന്യൂ അധികൃതരെ ഏൽപ്പിക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം ചൂരൽമലയിലെ ഒരു വീട്ടിൽ നിന്ന് അത്തരത്തിൽ കൂടുതൽ സ്വർണ്ണാഭരണങ്ങളും രേഖകളുമൊക്കെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു. അതിൻ്റെ വിശദാംശങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി സെബാസ്റ്റ്യൻ സാർ, അദ്ദേഹം ചൂരൽമലയിലെ കൺട്രോൾ ഓഫീസിൻ്റെ ഇൻചാർജാണ്. സാർ, അത് എവിടെ നിന്നാണ് ഇത്രയധികം സ്വർണ്ണാഭരണങ്ങൾ ലഭിച്ചത്? ഞങ്ങൾ എല്ലാ ദിവസവും സെർച്ചിങ് അവസാനിക്കുമ്പോൾ ഒരു 6 മണിക്ക് അവസാനിപ്പിക്കുന്ന സമയത്ത് എല്ലാ ജീവനക്കാരും കൂടെ വരാറുണ്ട്. സമയത്ത് ഒരു നമ്മുടെ സ്കൂളിൻ്റെ പുറകിൽ നിന്ന്, ചൂരൽമല സ്കൂളിൻ്റെ പുറകിൽ നിന്ന് ഒരു സെർച്ച് ചെയ്ത സമയത്ത് ഒരു വീട്ടിനകത്തുനിന്ന് വളരെ വില കൊടുപ്പുള്ള സ്വർണ്ണാഭരണം, പിന്നെ അവരുടെ പാൻ കാർഡ്, ആധാർ കാർഡ്, പാസ്പോർട്ട്, അങ്ങനെ അടങ്ങിയ ഒരു ബാഗ്, പിന്നെ കുറേ പ്രമാണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതത് കണ്ടെടുത്തായിരുന്നു. അപ്പോൾ കണ്ടെടുത്ത് അവരിവിടെ ഏൽപ്പിച്ചപ്പോൾ നമ്മൾ മാതൃകാപരമായിട്ട് ഇത് ഒരു ന്യൂസാക്കിയത് തന്നെ ഇനിയുള്ള ദുരന്തങ്ങളിലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് നാട്ടുകാർക്കോ അല്ലെങ്കിൽ സർക്കാർ ഇതര രക്ഷാ സേനകൾക്കോ അറിയാൻ വേണ്ടിയാണ് ഈ ഒരു ഇത് തന്നെ നമ്മൾ മാധ്യമങ്ങൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ റവന്യൂ അധികാരിയെ ഏൽപ്പിക്കുകയും അവർ അത് കളക്ടറേറ്റിൽ കൊടുത്ത് സീൽ ചെയ്ത് വെക്കുകയും ഇവരുടെ ബന്ധുക്കൾ ആരെങ്കിലും വരികയാണെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതെനിക്കൊന്ന് അത്യാവശ്യം നല്ല എമൗണ്ട് സ്വർണ്ണം ഉണ്ടായിരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ല സ്വർണ്ണം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അന്ന് നമ്മൾ ആദ്യം ഈ ദുരന്തം സംഭവിച്ച് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ പല വീടുകളിലും രക്ഷാപ്രവർത്തകർ എന്ന വ്യാജേന പലരും കയറി വീട് ബെഡ്റൂമുകളൊക്കെ തുറന്നിട്ട് പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പ്രചരണം ഉണ്ടായിരുന്നു. സത്യാവസ്ഥ അറിയില്ല. പക്ഷേ അതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അത് സർക്കാർ സംവിധാനങ്ങൾ അതിനെ നിയന്ത്രിക്കുകയും പിന്നീട് ഒരു കാര്യക്ഷമമായ തിരച്ചിൽ നടക്കുകയും ചെയ്തത്. നമ്മുടെ ഫോഴ്സിൽ നിന്ന് എത്ര പേര് ഉണ്ടായിരുന്നു തിരച്ചിലിന്? ആ തിരച്ചിലിൽ ആ ഒരു ഏരിയയിൽ 15 ജീവനക്കാരുണ്ടായിരുന്നു, ഒരു ഓഫീസറും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ നേതൃത്വത്തിലാണ് അത് അന്നത്തെ സെർച്ചിങ് നടത്തിയത്. സമാനമായി നമ്മളിപ്പോൾ അതായത് ആരെങ്കിലും എവിടെയെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ മൃതദേഹത്തിനായുള്ള അടക്കം തെരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. ഫയർഫോഴ്സ് അതിന് മുഖ്യമായ പങ്ക് വഹിക്കുന്നുണ്ട്. അവിടെ ഇത്തരത്തിലൊരു ശ്രദ്ധ കൂടി പതിപ്പിക്കുന്നുണ്ടോ? അങ്ങനത്തെ തീരെയും നഷ്ടപ്പെട്ട വീടുകൾ, ഇടിഞ്ഞുപോയ വീടുകളിൽ, അതല്ലെങ്കിൽ ആളില്ലാതെ അവശേഷിക്കുന്ന വീടുകളിലൊക്കെ ഇത്തരത്തിലൊരു ശ്രദ്ധ കൂടെ പതിപ്പിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് ആദ്യമായിട്ട് ഒരു ലൈഫിനെയാണ് നോക്കാനുള്ളത്. പക്ഷേ ലൈഫിനെ നോക്കി വരുന്ന സമയത്ത് ഇത് യാദൃച്ഛ്യമായി കാണുമ്പോഴാണ്, അല്ലാതെ നമ്മൾ സ്വർണ്ണാഭരണത്തിന് വേണ്ടിയുള്ള തിരച്ചിലല്ല. അപ്പം ലൈഫിന് വേണ്ടിയുള്ള തിരച്ചിലിടയിൽ ഇത് യാദൃച്ഛ്യമായിട്ട് ഇത് കാണുന്നതാണ്. അപ്പോൾ അത് കാണുമ്പോൾ നമ്മളത് മാതൃകാപരമായിട്ട് സർക്കാർ ഏജൻസിയെ ഏൽപ്പിച്ച് അവർക്കത് ഭാവിയിൽ അവരുടെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ ആവശ്യമൊക്കെ കിട്ടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് നമ്മൾ ചെയ്യുന്നത്. അത്തരത്തിൽ എന്തു ചെയ്യണം, അങ്ങനെ ലഭിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എന്തു ചെയ്യണമെന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നത്. അവരുടെ മേധാവി തന്നെ നമ്മളോട് വ്യക്തമാക്കിയത് അത് മാതൃകാപരമായി റവന്യൂ അധികൃതരെ ഏൽപ്പിക്കേണ്ടതാണ്. ചൂരൽമലയിൽ നിന്നും വിപിൻ വേളിക്കൊപ്പം അലക്സ്, റാം മുഹമ്മദ്, 24.